ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. ഏതൊരു മനുഷ്യനെക്കാളും, അത് വാലിദിഹി വവലദിഹി, വാപ്പാനെക്കാട്ടിലും ഉമ്മാനെക്കാട്ടിലും ഭാര്യ സന്താനങ്ങളെക്കാളും ആരെക്കാളും ഈ ലോകത്തിൽ ഏതൊരു മനുഷ്യനെക്കാളും നാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ആരെയാണ്? മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞുകൊണ്ടെങ്കിൽ വാപ്പി ഇമ്മിയും പറഞ്ഞതല്ല എടുക്കണ്ടേ. ഞാൻ ആരെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത്? എന്റെ റസൂലിനെയാണ്. ലോകത്തിന്റെ നായകൻ, മദീനയുടെ മണവാളൻ, മാനവരിൽ മഹോന്നതനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത്. ആഹാ, ഇതൊക്കെ കേൾക്കുമ്പോ നമ്മൾ വിചാരിക്കും ഈ മൻസൂറിനെ പോലെയുള്ള വഹാബികൾക്കൊക്കെ നബിസ്നേഹം ഇങ്ങനെ കവിഞ്ഞൊഴുകുകയാണ്. അവരുടെ ഹൃദയാന്തരങ്ങളിലെല്ലാം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ആ മഹബ്ബത്ത് ഇങ്ങനെ തടം കെട്ടി നിൽക്കുകയാണ് എന്ന് നമുക്ക് തോന്നിപ്പോകും. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മക്കാ മുശ്രിക്കുകൾ എന്തെല്ലാമോ പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ടോ അതേ തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ പലപ്പോഴും ഇവരുടെ പ്രസംഗങ്ങളിലെല്ലാം ഇടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയാറുള്ളത്. തരം കിട്ടിയാൽ ഹബീബായ തങ്ങളെ കളിയാക്കാനും നബി തങ്ങളുടെ കുടുംബ പശ്ചാത്തലത്തെ കളിയാക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അസ്ലിനെ ചീത്ത പറയാനുമാണ് ഇവർ സമയം കാണാറുള്ളത്. ഇവരുടെ ഒട്ടുമിക്ക പ്രഭാഷണങ്ങളിലും ക്ലാസ്സുകളിലും അതുപോലെ തന്നെ വാറോലകളിലെല്ലാം അത് നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറന്നു വീണത് അല്ലേ? പ്രസവിക്കുന്നതിന് 2 മാസം മുമ്പ് തന്നെ ഭൂതലം വിട്ടുപിരിഞ്ഞു പിതാവ്. നമ്മളാണ് എന്ത് പറയും? ചെക്കൻ്റെ വയറ്റിൽ ഊറിയപ്പോഴേക്കും തന്ത തെറിച്ചുപോയി. അവിടുന്ന് തന്നെ തുടങ്ങാം. പിന്നെ 6 വയസ്സായപ്പോഴേക്കും ഉമ്മയും പോയി, ഉമ്മയും ബാപ്പിയും പോയി. പിന്നെ തൊടുന്നോലൊക്കെ അബ്ദുൽ മുത്തലിബും പോയി, അബൂതാലിബും പോയി. ആരൊക്കെ സംരക്ഷിക്കാൻ വരുന്നോ, കഫാലത്ത് ആരെ ഏറ്റെടുക്കുന്നോ ഓലൊക്കെ മരിക്കുകയാണ്. സത്യത്തിൽ നിങ്ങൾ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി എന്നല്ല പറയാ. അറിഞ്ഞാല് ഇതാ ആളില്ലേ, നമ്മൾക്കുള്ളതൊക്കെ ചില കുട്ടികൾ ഉണ്ടായാലും നമ്മൾ പറയും എൻ്റെ മറ്റേ കമ്പനി ഉണ്ടായതും ഈ പീഡ് ഉണ്ടായതും ഇവ ഉണ്ടായതിൻ്റെ ശേഷം ആ ദജ്ജാലുണ്ടല്ലോ ഉണ്ടായതിൻ്റെ ശേഷം ഉള്ള പ്രശ്നം ഇവ ഉണ്ടായത് പറയാറില്ല. ഉള്ളിലുണ്ട്, മുജാഹിദുകൾക്ക് ഉള്ളിലുണ്ട്, മറ്റോള് പറയാറുണ്ട്. മുജാഹിദാന്ന് പറഞ്ഞു നടക്കുന്ന ആളുകളുടെ ഉള്ളിലുണ്ട്. മുജാഹിദിന്റെ ഉള്ളിലുള്ള കാര്യമാണ് മുമ്പ് പറഞ്ഞത്. മുജാഹിദിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബത്തിന്റെ ഊക്കാണ് നിങ്ങൾ കണ്ടത്. നേരത്തെ മൻസൂർ പറഞ്ഞ വയതിലുള്ള ഹദീസും അതിന് അവർ അർത്ഥം വെച്ചതും അവരുടെ ഉള്ളിലുള്ളതും എന്താണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടല്ലോ. ഇത് തീർന്നില്ല, ഇനിയും ഉദാഹരണങ്ങൾ എമ്പാടുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച പാഠമാണ്, പരിശുദ്ധ ഖുർആനിലുള്ളതാണ്. വലാ തഖുൽ ലഹുമാ ഉഫിൻ, നിങ്ങളുടെ മാതാപിതാക്കളോട് നിങ്ങൾ ചേ എന്ന് പറയുന്ന ഒരു വാക്ക് പോലും നിങ്ങൾ ഉച്ചരിക്കരുതെന്ന് പഠിപ്പിച്ച ഒരു മതത്തിന്റെ നേതാവിന്റെ മാതാപിതാക്കളെ കുറിച്ച് പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. നബീന്റെ ബാപ്പയാണ് വിചാരിച്ചിട്ട് നബീന്റെ ബാപ്പ സ്വർഗത്ത് പോകൂല, നബീന്റെ ബാപ്പ നരകത്തിലാണ് സഹോദര. നബിയുടെ ബാപ്പ നരകത്തിലാണ് സഹോദര, നബീന്റെ ബാപ്പ നരകത്തിലാണ് സഹോദര. കേട്ടല്ലോ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ പ്രിയമുള്ള സഹോദരന്മാരെ. നിങ്ങളുടെ മാതാപിതാക്കളെ കുറിച്ച് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത വാക്ക്, നിങ്ങൾ ഇത്തരത്തിലുള്ള വാക്കുകൾ പറഞ്ഞാൽ നിങ്ങൾക്കത് ഇഷ്ടപ്പെടുമോ? നിങ്ങൾക്കത് പൊരുത്തപ്പെടുമോ? എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതാപിതാക്കളെ കുറിച്ചും ഇവർ നടത്തുന്ന പരാമർശം അത് ഏത് തരത്തിലാണെങ്കിലും അത് ഹബീബായ തങ്ങൾ പൊരുത്തപ്പെടുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് അത് തോന്നുന്നുണ്ടോ? നിങ്ങൾ മുസ്ലിമീങ്ങളാണോ? ഇനി നേരത്തെ പറഞ്ഞ മൻസൂറിന്റെ ചില പരാമർശങ്ങളും കൂടെ നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവ് വിഗ്രഹങ്ങൾ ആരാധിച്ചിരുന്നു. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാമഹൻ അബ്ദുൽ മുത്തലിബ് വിഗ്രഹങ്ങൾ ആരാധിച്ചിരുന്നു എന്ന് മാത്രമല്ല, വിഗ്രഹങ്ങൾ നിറച്ചിരുന്ന കഅബാലയത്തിന്റെ നടത്തിപ്പുകാരനായിരുന്നു. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാപ്പയും ഉമ്മയും അവര് ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ടല്ല മരിച്ചത്. അപ്പൊ ഈ കാണിച്ചത് ഇവരുടെ ക്ലാസ്സുകളിലും ഇവരുടെ വീഡിയോകളിലും ഒക്കെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരാമർശമാണ്. എത്ര ഭീകരമാണ് പ്രിയമുള്ള സഹോദരന്മാരെ. ഞാൻ നിങ്ങൾക്ക് ഒരു ഹദീസ് കേൾപ്പിച്ചു തരാം. മുസ്ലിം റളിയല്ലാഹു അൻഹു അവിടുത്തെ മുസ്ലിമിൽ കൊടുക്കുന്ന ഒരു ഹദീസ് ഉണ്ട്. മുസ്ലിമിലെ 1062 ഹദീസ്. ആ ഹദീസിൽ പറയുന്ന സംഭവം കാണാം. അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറയാണ്, ലമ്മാ കാന യൗമ ഹുനൈനിൻ ആസറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നാസം ഫിൽ ഖിസ്മത്തി.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹുനൈൻ യുദ്ധം കഴിഞ്ഞ് അതിൽ കിട്ടിയ ഗനീമത്ത് സ്വത്തുകളെല്ലാം ഓഹരി വെക്കുമ്പോൾ ചില ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തെരഞ്ഞെടുത്തു. ഫഅഅതൽ അഖറ ഇബ്നു ഹാബിസ് മിഅത്തൻ മിനൽ ഇബ്ലി. അങ്ങനെ അഖറ ഇബ്നു ഹാബിസ് റളിയല്ലാഹു അൻഹുവിന് 100 ഒട്ടകം കൊടുത്തു. ഫഅഅത ഉയൈനത മിസ്ല ദാലിക. മഹാനായ ഉയൈന റളിയല്ലാഹു അൻഹുവിനും സമാനമാകുന്ന ഒട്ടകങ്ങൾ കൊടുത്തു. വഅഅത നാസം മിൻ അഷ്റഫിൽ അറബി വആത്രഹും യൗമഇദിൻ ഫിൽ ഖിസ്മതി. അറബികളിൽ പ്രമുഖന്മാർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിഹിതം വെച്ചു കൊടുത്തു, അവരെ തെരഞ്ഞെടുത്തു. അത് കണ്ടുകൊണ്ട് ഹുവൈസറത്തു തമീമി എന്ന് പറയുന്ന വഹാബികളുടെ ആശയ തലവൻ അവൻ പറയുകയാണ്, ഫഖാല റജുലൻ വല്ലാഹി ഇന്ന ഹാദിഹി ലഖിസ്മത്തും മാ ഉദില ഫിഹാ. ഇത് നീതിയില്ലാത്ത, ഇത് നീതി കാണിക്കാത്ത വിഹിതം വെക്കലാണ്. വമാ ഉരീദ ഫീഹാ വജ്ഹുല്ലാഹി. അല്ലാഹുവിന്റെ പ്രീതി ഇതിലൂടെ ഉദ്ദേശിക്കപ്പെടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദുൽഹുവൈസറത്തു തമീമി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചീത്ത പറയുന്ന ആ ഒരു ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹുവിന്റെ വാക്കുദ്ധരിക്കുന്നത് കാണാം. ഹുക്മു ശറഈ, ദീനിന്റെ വിധി, അന്ന മൻ സബ്ബൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വല്ലവരുത്തനും ചീത്ത പറയുകയാണെങ്കിൽ കഫറ വഖുതില, അവൻ കാഫിറാവുകയും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയും ഇസ്ലാമിക കോടതിയിൽ ഭരണകൂടമുള്ളിടത്ത് അവനെ വധിക്കപ്പെടുകയും വേണമെന്ന് മഹാനായ ഇമാം ഖാദി റളിയല്ലാഹു അൻഹു ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് ഇമാം നവവി റളിയല്ലാഹു അൻഹു ധരിക്കുന്നുണ്ട്. അപ്പോൾ പ്രിയമുള്ള സഹോദരന്മാരെ, നിങ്ങൾ പറയുക, തമാശക്കാണെങ്കിലും ഉദാഹരണത്തിനാണെങ്കിലും ഇത്തരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് സബ്ബ് ചെയ്യുന്ന, നബി തങ്ങളെ ചീത്ത പറയുന്ന ഇവർ മുസ്ലിമീങ്ങളാണോ എന്നുള്ളത് നിങ്ങൾ വിലയിരുത്തുക. നിങ്ങളുടെ ചിന്തയിലേക്ക് ഞാൻ ഇട്ടുതരികയാണ്. എത്രത്തോളം ഇവർക്ക് പ്രവാചകനോടുള്ള സ്നേഹമുണ്ട്, അവർ ഈ പറയുന്നതിൽ എത്രത്തോളം സത്യസന്ധതയുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇവരുടെ ഓരോ കാപട്യവും നാം മനസ്സിലാക്കുക. ഇവരുടെ കൂടെ കൂടിയവരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പുനർവിചിന്തനം നടത്തുക. ഇത് അതിനുള്ള സമയമാണ്, നിങ്ങൾക്ക് മടങ്ങാനുള്ള സമയമായിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാർ.